ഞങ്ങൾ ഒരിക്കലും നെല്ലിയാമ്പതി പോയി ആന നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ ഭയങ്കര പെട്ടുപോയി. ദൈവമേ, ബിജു അത് എന്റെ കൂടെ വന്നിട്ട് ആന ചവിട്ടി കൊല്ലുക. പക്ഷെ അന്ന് ഞാൻ ആ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഞങ്ങളൊരു കാറ് ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള Off-road നോക്കാൻ വേണ്ടി രീതിയിൽ പോയതാ. അപ്പൊ ടൂറിസ്റ്റ് ജീപ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ താണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ദൂരെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന വിചാരിച്ചു. നെല്ലിയാമ്പതിയിൽ മിസ്റ്റി വാലി സമയത്ത് കിടക്കുന്ന ആന നോക്കുമ്പോ ശരിക്കും ഞങ്ങളുടെ ട്രാക്കിന് മുമ്പിലാണ്. ഇവന് ഇങ്ങനത്തെ കാര്യത്തില് വിവരങ്ങൾ അറിയാമെന്നറിയാം. അപ്പൊ അവൻ എന്ത് പറഞ്ഞോ എന്താണ് ഫുൾ ടൈം ഞാൻ കേട്ടു. ലൈക്ക് എന്താ വേണ്ട വേണ്ട എടുക്കണ്ട, അല്ലെങ്കിൽ പുറകിലേക്ക് വെക്കോ. ഞങ്ങൾ 2 കിലോമീറ്റർ ബാക്കിലോട്ട് പതുക്കെ റിവേഴ്സ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യാണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞങ്ങള് കൂടെ ഇങ്ങനെ വന്നോണ്ടിരുന്നു. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും വഴിയില്ലാണ്ട് ഞങ്ങള് ഒരു സ്ഥലം എത്തിയപ്പോ കുറച്ചൊന്ന് ഒരു ഡിച്ച് പോലെ അതിലേക്ക് റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നിർത്തി. പതുക്കെ വന്നു, ടെസ്റ്റ് ചെയ്തു ഞങ്ങൾ എല്ലാം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പിന്നെയും പോയി, പിന്നെയും തിരിച്ചു വന്ന് വണ്ടിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. നമ്മള് തൃശ്ശൂർക്കാരാണല്ലോ, ആനയുടെ നേച്ചർ അറിയാലോ. അത് ഉപദ്രവിക്കാനല്ല നിക്കണേന്ന് നമുക്ക് കണ്ടപ്പോ മനസ്സിലായി.